మిమ్మల్ని నేను చాలాసారి చూచానండి. ఆయన వ్యాపారములు మొదటిసారి మిమ్మల్ని నాకు చాలా నచ్చారండి. നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ആദ്യമാ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. మీకు മലയാളം తెలుసా? బాగా తెలుసు, ഞാൻ മലയാളിയല്ലേ. ഇതിനു മുമ്പ് വന്നപ്പോ തെലുങ്കാണല്ലോ സംസാരിച്ചത്? അത് ജീവിക്കാൻ വേണ്ടി. എന്റെ ബിസിനസ് ഒക്കെ ആന്ധ്രയിലല്ലേ, അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു. അച്ഛൻ വഴി ഞാനും ആന്ധ്രയാ, അമ്മ വഴി കേരളം, തങ്കമണി. അമ്മയുടെ പേരായിരിക്കും. ഛേ, ഇത് സ്ഥലപ്പേരാണ്. അച്ഛൻ പൊയിലകൃഷിയുമായി ആന്ധ്രയിലായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാനുണ്ടായി. അതോടെ അമ്മ ക്ലോസ്. അച്ഛനോ? ഒരു വിവരവും ഇല്ല. ഞാൻ ഉള്ളതും വിറ്റുപെറുക്കി ഇഞ്ഞു പോന്ന്. സ്നേഹമുള്ള മകൻ. അയ്യോ, അച്ഛനോട് മാത്രമല്ല സ്നേഹം, അച്ഛന്റെ ഭാഷയോടും, തെലുങ്കിനോട്. ദിവസം ഒരു 5 തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരില്ല. നിദ്ര രാതു. സുഖം തന്നെയല്ലേ? അതെ, എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. വരട്ടെ, സൂക്ഷിച്ചുകൊണ്ട് പോണം. സ്വർണ്ണമാണ്, കെയർഫുൾ. പോലീസ് എങ്ങാനും വഴി വെച്ച്. എന്തായത്? സ്വർണ്ണമാണ്, കെയർഫുൾ. മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട, കെയർഫുൾ. കാസിം, ശേഖരൻകുട്ടിയാ, കഥ തുറക്ക്. കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ്. ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയോ? പോയല്ലോ. ഒന്നുകൂടി. എന്തായാലും അന്നേരം കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ഒന്നും ഉണ്ടായില്ല. രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ബാപ്പാ, ചായ. കണക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. കായിക്ക, ഇന്ന് ചാകര എടുക്കുന്ന ദിവസമാ. അറബിയ സിലാണോ? അറബി. ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. കായിക്ക, ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ, ഓന്റെ വർത്താനം മേലാൽ ഇവിടെ പറഞ്ഞു പോയരുത്. ഹലോ. ജനേമേ, ജനേമേ, ജനേമല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്ക. അങ്ങോട്ട് തീരി, ഇങ്ങോട്ട് തീരി. മോനിരിക്കി. എനിക്കൊരു 10 രൂപ. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കണം. നമുക്ക് നീ പാടാ. നമുക്ക് കള്ള ഹറാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടു? കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലിലൊന്ന് അവസാനിച്ച് കിട്ടുക. ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുലെവിടെ? ഓനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാഹുലേ, അല്ല ഷാഹുലേ, ഷാഹുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. വാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലേ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്. നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ ചെയ്യാം.
പിന്നെ ഒരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ ഹറാം പറഞ്ഞോനെ ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ ചെല്ലടാ. അതല്ലേ എന്റെ ജോലി. അക്കാര്യം ഞാൻ ഹലോ, ഇവിടെ എന്താ വിശേഷം? ശവം പൊക്കിയെടുക്കുക. ചത്തയാളുടെ ചത്ത നമ്മുടെ എനിക്കറിയില്ല. അപ്പൊ പിന്നെ ബാലേഷ വന്നേ. നേനോ സ്ഥാനോ ഞാനും വരുന്നു. ഫോട്ടോ എടുക്കണ്ട. എന്താ? വേണ്ട പറഞ്ഞു. ഒന്ന് മാറി, ഒന്ന് മാറി. എനിക്ക് പറഞ്ഞ മനസ്സിലായി. എക്സ്ക്യൂസ് മീ. അശ്വതി, അതെ, ഹലോ. ജീവൻ ഇവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വന്നിട്ട് 3-4 ദിവസമേ ഉള്ളൂ. അശ്വതി, ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 ആഴ്ചയായി. ബാലേഷ വാ. ഇതിന്റെ ഫോട്ടോഗ്രാഫർ, കുറച്ച് സ്നാപ്സ് എടുക്കണം. ഓക്കെ, കാര്യം. താങ്ക് യു. അയ്യോ ബാല ഇവിടല്ല, അവിടെ. അയ്യോ സോറി. ഹു ഈസ് ദ ഡിസീസ്ഡ്? നോ ഐഡിയ, ആരാന്നറിയില്ല. വള്ളക്കാരോ അറിയിച്ചതാ വഞ്ചി മുങ്ങി കിടക്കുന്ന കാര്യം. കുറച്ചു ദിവസം ആയതുപോലെ. മർഡർ ആണോ? ഐ തിങ്ക് സോ. റെഡി സാർ, പോകാം. യെസ്, യു പ്രൊസീഡ്. വരട്ടെ അശ്വതി. ശരി, പിന്നെ കാണാം. ഓക്കെ. ആവശ്യത്തിനുള്ള ഫോട്ടോസ് എല്ലാം എടുത്തു. ആരാ പോലീസ് ഓഫീസർ? സാറ് ഫോട്ടോ എടുക്കാൻ പോയ ആളല്ലേ ജീവൻ. ഞങ്ങൾ ഒരുമിച്ചാ ഡൽഹിയിൽ MA പഠിച്ചത്. ഹലോ. ആ ഓഫീസിൽ ചെന്ന ഉടനെ Excuse me, ഞാൻ ഹോട്ടൽ ചാണക്യ. ആ? എന്റെ പേര് ചാണക്യൻ. ഹോട്ടൽ ചാണക്യയുടെ മാനേജിംഗ് പാർട്ണറാണ്. മാഡത്തിന്റെ പേരെന്താണാവോ? ഐ എം അശ്വതി ഫ്രം സൺഡേ മിറർ. അശ്വതി. സൺഡേ മിറർ. സൺഡേ ഞായറാഴ്ച, മിറർ കണ്ണാടി. ഞായറാഴ്ച കണ്ണാടിയോ? അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. అలాగే ఒక అర్థం ఉండొచ్చు.